അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂട്ടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ, ആ റമദാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളാവട്ടെ ഇന്നത്തെ സ്നേഹക്കൂട്ടിൽ എന്നാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേർന്നിട്ടുള്ള ബഹുമാനനായ സയദ് സാറാണ്. സയദ് സാർ ആയിട്ട് നമുക്ക് നോമ്പിലേക്കാണല്ലോ, അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളാവട്ടെ. അസ്സലാമു അലൈക്കും. സയദ് സാർ, നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് പരിശുദ്ധ റമദാൻ, അതൊരു കഴിഞ്ഞ നമ്മളെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ തെറ്റുകളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു മാസമാണെന്ന്. ആത്മീയമായ ദീനിപരമായ ഒരുപാട് അറിവുകൾ ആളുകൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരികയും ചെയ്യുന്ന പരിശുദ്ധ മാസമാണ് റമദാൻ. പക്ഷേ ആസ് എ കൗൺസിലർ അല്ലേ, നിങ്ങളോട് എല്ലാ കാര്യവും നമുക്ക് അങ്ങനെയാണ് ചോദിക്കാനുള്ളത്. രണ്ടും പറയാൻ സാധിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് വാട്ട് ഈസ് ദ സൈക്കോളജി ഓഫ് റമദാൻ അല്ലേ, നമ്മളെ ടേം അനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ നോമ്പിൻ്റെ ഒരു മനഃശാസ്ത്ര ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഈ മേഖലയിലുള്ള പരിചയം വെച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക്, സ്നേഹക്കൂട്ടിൻ്റെ പ്രേക്ഷകർക്ക് അത് ഉപകരിക്കുമെന്ന് തോന്നുന്നു. ബിസ്മില്ലാ. നോമ്പ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യമാണ്. നോമ്പ് കാരുണ്യമാണ്, കാരുണ്യത്തിൻ്റെ മാസമാണ്. നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ളത് ഒരു വാഹനത്തോട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ വാഹനം നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾക്കൊക്കെ ഉള്ള വാഹനം, ഇപ്പോൾ കാറ് അല്ലെങ്കിൽ ബൈക്ക്, അതൊക്കെ നിരന്തരം ഓടുകയാണ്. ഓടാത്ത ദിവസമല്ലല്ലോ. ഇപ്പം എൻ്റെയൊക്കെ കാർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ഒരു 4-5 വർഷം കൊണ്ട് 1,00,000 പുറത്തായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഇടയ്ക്ക് നമ്മളൊന്ന് മെയിൻ്റനൻസിന് വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കയറ്റും. വർക്ക്ഷോപ്പിൽ കയറ്റി എൻജിൻ ഓയിലൊന്ന് മാറ്റി അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ എടുത്ത് നമ്മൾ അത് പുറത്തിറക്കുമ്പോൾ അത് നല്ല ഫിനിഷിങ്ങിലായിരിക്കും, നല്ല അതിൻ്റെ മൈലേജും അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിരിക്കും. ഇതെല്ലാവർക്കും അറിയണ ഒരു സത്യമാണ്. മനുഷ്യൻ 24 മണിക്കൂറും നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ അല്പസമയം, ഒരു മാസം, അയ്യാമുൻ മഅദൂദാത്ത് അല്ലേ, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ. എണ്ണപ്പെട്ട ദിനം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ദിവസമൊന്നുമില്ല, അത് ഇതാന്ന് പറയുമ്പോഴേക്ക് തീർന്നു പോവും. എണ്ണപ്പെട്ട ദിനങ്ങൾ. ആ എണ്ണപ്പെട്ട ദിനങ്ങൾ നമ്മൾ മാനസികമായി ഒരുങ്ങുകയാണ്. മാനസികമായി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പല കാര്യങ്ങളിലും വ്യാപൃതമാവുമ്പോൾ അവൻ്റെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, പിരിമുറുക്കം കൂടുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിരിമുറുക്കമില്ലാത്ത ആളുകളില്ല. നല്ല സാമ്പത്തിക നിലവാരമുള്ളവരും സമ്പന്നരല്ലാത്തവരൊക്കെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തികമായ താല്പര്യം എന്താ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെ അള്ളാഹ് സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ, അള്ളാഹിനെ മാത്രം ആരാധിക്കാനാണ്. അപ്പോൾ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാരാധന നിസ്കാരമാണ്. നമസ്കാരം കഴിഞ്ഞാൽ വലിയ ഒരാരാധന നോമ്പാണ്. പൂർവികരായ എല്ലാ സമൂഹങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലുള്ള ആയത്തിൽ കാണാൻ പറ്റും, പൂർവികരായ ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയില്ല, അല്ലക്കും തത്തക്കും, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാവാൻ വേണ്ടി. അപ്പം നമ്മൾ സൂക്ഷ്മത മിസ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് സൂക്ഷ്മത ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ധർമ്മം നോമ്പിനുണ്ട്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നന്മ തന്നെയാണ്. തിന്മയിൽ മനുഷ്യൻ വ്യാപരിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു ക്രിമിനലായ ആളോട്, കള്ളുകുടിയനോ വ്യഭിചാരിയോ തോന്നിവാസിയായ ആളോട് നമ്മൾ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും, എൻ്റെ മകനിങ്ങനെ ആവരുത്, എൻ്റെ മകളിങ്ങനെ ആവരുത്, ഞാനേതായാലും ഇങ്ങനായി. ഇതവർ പറയുന്ന ഒരു സംസാരമാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് വരാൻ. അപ്പോൾ അങ്ങനെ നല്ല ഒരവസ്ഥയിലേക്ക് വരാൻ മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം
അള്ളാഹു സുബ്ഹാനഹു തആല ഈ നോമ്പ് മുഖേന നമുക്ക് നൽകുകയാണ്. അതാണ് പിശാചുക്കളെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. നോർമലി തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കരീന് നമ്മളെ കൂടെ ഉണ്ട്. അവന് 24 മണിക്കൂർ നമ്മൾ അതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഫോർ 1 month, ഒരു മാസക്കാലം ആ കരീന്മാരോ എല്ലാ പിശാചുക്കളെയും അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്. ചങ്ങലകളിൽ ബന്ധിപ്പിച്ച് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു മാഹൗല്, അതിനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും നന്മ ചെയ്യാൻ. നോമ്പ് എന്നുള്ളത് ഏറ്റവും പവിത്രമായ ഒരു കർമ്മമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, എൻ്റെ ദാസൻ, ഖുദ്സിയായ ഹദീസാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ദാസൻ പട്ടിണി കിടന്നത്, ഭക്ഷണം ഉപേക്ഷിച്ചത്, വെള്ളം ഉപേക്ഷിച്ചതൊക്കെ എനിക്ക് വേണ്ടിയാണ്. അസ്സൗമു ലീ വ അന അജ്സീബി എന്ന് പറയുന്നുണ്ടല്ലോ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം. അതായത് ആരും കാണാത്ത സ്ഥലത്തൊന്നും നമ്മൾ വെള്ളം കുടിക്കില്ലല്ലോ, ഭക്ഷണം കഴിക്കില്ലല്ലോ. ബാക്കിയുള്ള ഇബാദത്തുകളൊന്നും അങ്ങനെയല്ല. അപ്പോൾ അള്ളാഹ്ക്ക് അറിയാതെ അള്ളാഹ്ക്കുള്ള ഒരു കർമ്മമാണ്. അപ്പോൾ അത് മുഖേന നമ്മൾ സ്വാംശീകരിക്കുന്നത് നമ്മുടെ ആത്മീയമായ ചൈതന്യമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റാണ്. അവിടേക്കാണ് നമ്മൾ വരേണ്ടത്. നമുക്ക് ആ ഒരു ദാഹം എപ്പോഴും ഉണ്ട്. ആ ലെവല് സ്പിരിച്വാലിറ്റി സൂപ്പർ ആവുമ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത്. സ്പിരിച്വാലിറ്റി മിസ്സിങ് ആയതാണ് മനുഷ്യൻ ക്രിമിനലാവുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ധർമ്മം യഥാർത്ഥത്തിൽ സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റാണ്. അതാണ് പിന്നെ ഖദ് അഫ്ലഹ മൻ ദക്കാഹ, അല്ലേ? തീർച്ചയായും മനസ്സ് സംസ്കരിച്ചവൻ. ആ മനസ്സ് സംസ്കരിക്കപ്പെടുക എന്നുള്ളത്, മനസ്സാണ് നന്നാവേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ മനഃശാസ്ത്രം മനസ്സിനെ സംസ്കരിക്കാനുള്ള ഒരു വലിയ പ്രക്രിയയാണത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ പല ആംഗിളിൽ റമദാനിനെ കാണുന്ന ആളുകളാണ്, നോമ്പിനെ കാണുന്നവരാണ്. അപ്പോൾ മനസ്സിനെ സംസ്കരിക്കാൻ അതിൽ പലപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കാത്തൊരു എക്സാമ്പിൾ കൂടെ ഞങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ. നമ്മളൊക്കെ വാഹനങ്ങൾ ഇടയ്ക്കിടെ നമ്മൾ സർവീസ് ചെയ്യുന്നു, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. പക്ഷെ നമ്മളെ അറ്റകുറ്റപ്പണി നമ്മൾ നടത്തുന്നുണ്ടോയെന്ന് അതിനുള്ളൊരു മാസമായിട്ടാണ് ഈ പരിശുദ്ധ റമദാൻ നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ ആത്മപരിശുദ്ധി നേടുക, അതുപോലെ തന്നെ ആത്മപരിശുദ്ധിയിലൂടെയാണ് ഒരാളൊരു റിയൽ മനുഷ്യനായിത്തീരുന്നത്. ഇതൊക്കെ അടിപൊളി വാക്കുകളല്ലേ, അല്ലേ? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഹ്യൂമാനിറ്റി ഉള്ളവനാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യത്വമുള്ളവനാണെന്നുണ്ടെങ്കിൽ അത് ആത്മീയത കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പം അത് വല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നോമ്പിൻ്റെ ഒരു സൈക്കോളജി പറയുമ്പോൾ, മനഃശാസ്ത്രം പറയുമ്പോൾ തെസ്കിയത്ത് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അള്ളാഹ് അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ പറഞ്ഞ ബാക്കി നമസ്കാരം വേണമെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യാം, ഹജ്ജ് വേണമെങ്കിൽ ആളുകൾക്കിടയിൽ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യാം, സക്കാത്ത് ഞാനൊരു ധർമ്മിഷ്ഠനാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ്. പക്ഷെ നോമ്പ് ഒരാൾ കൃത്യമാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അയാൾക്ക് വേണമെങ്കിൽ ആരും ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാമല്ലോ, അയാൾ നോമ്പുകാരനായിക്കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അള്ളാഹു അത്രയും നല്ലൊരു പവിത്രമായ ആരാധനാകർമ്മമായിട്ട് നോമ്പിനെ പരിചയപ്പെടുത്തുമ്പോൾ അത് തെസ്കിയത്ത്, സ്വന്തം നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യണം എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം എന്നാണ്. അപ്പോൾ ഒരു വലിയ ഒരു മെസ്സേജാണ് നിങ്ങൾ തന്നത്. അടുത്ത ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഈ നോമ്പ് യഥാർത്ഥത്തിൽ ഹലാലായ കാര്യങ്ങളൊക്കെ താൽക്കാലികമായി ഹറാമാക്കുകയാണല്ലോ. ഇപ്പോൾ നമുക്ക് ഭക്ഷണം അള്ളാഹു അനുവദിച്ചതാണ്, പാനീയം അള്ളാഹു അനുവദിച്ചതാണ്, ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അനുവദിച്ചതാണ്. അനുവദിച്ച കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർ ദി ടൈം ബീങ് താൽക്കാലികമായി എത്ര മണിക്കൂർ, അതായത് നോമ്പിൻ്റെ പകൽ സമയം മുഴുവൻ നമ്മളത് നിരോധിക്കുകയാണ്, സ്വന്തത്തിന് തടയാണ്. അപ്പോൾ ഹലാലായ ഒരു കാര്യത്തെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി കുറച്ച് മണിക്കൂറുകൾ തടയാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അവിടെ ഒരു സെൽഫ് കൺട്രോളാണ്. ഇന്നത്തെ കമ്മ്യൂണിറ്റി ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്താണ്? ലാക്ക് ഓഫ് സെൽഫ് കൺട്രോളാണ്, അല്ലേ? വിചാരിച്ചത് മുഴുവനും ചെയ്യണം ആളുകൾക്ക്. മൈ ബോഡി ഈസ് മൈ റൈറ്റ്, അതിൻ്റെ വർത്താനാണല്ലോ. എൻ്റെ ശരീരം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അയൽവാസിയായ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി. എൻ്റെ മനസ്സിനത് വല്ലാതെ ഉലച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മാസ്ക് ധരിച്ചിട്ടാണ്
ഉറങ്ങുന്നത്. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറവായതുകൊണ്ട് ആ മാസ്ക് ധരിക്കണം. അതിനുവേണ്ടി ഒരു മാസം 4000-5000 വാടക കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് ഇതൊക്കെ അള്ളാഹു തന്ന വലിയ നിഅമത്താണല്ലോ. ഈ നിഅമത്തിനെ നമ്മളിങ്ങനെ മറന്നു പോവാണ് അല്ലേ. അപ്പോൾ സത്യത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തിൽ കാണാം, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പ്രയാസമല്ല, എളുപ്പമാണ്. എന്നാൽ പട്ടിണി അടുത്തല്ല പഠിച്ചോൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പട്ടിണി കിടത്തല്ല, നമ്മെ ശുദ്ധീകരിക്കുകയാണ്. കാരണം നമ്മുടെ ആർത്തി, ആഗ്രഹങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ രാത്രി സമയമൊക്കെ നിരന്തരം ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറേൻ്റെ പ്രത്യേകത നൈറ്റ് ഫുഡാണ് ടോപ്പ്. ഉച്ചക്കും പകലൊന്നും വല്ലാതെ കഴിക്കില്ല. രാത്രിയാണ് ഹെവി ഫുഡ്. അപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു റിസർച്ച്, പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൻ്റെ ഒരു കാരണം പറഞ്ഞു, കോവിഡൊന്നുമല്ല അവർ പറയുന്നത്, ഹെവി ഫുഡ് രാത്രിയിൽ കഴിച്ചിട്ട് അത് ദഹിക്കാനുള്ള സമയമല്ല. അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ശരീരം ദഹിപ്പിക്കാത്ത സാധനങ്ങൾ കണ്ടമാനം അടിച്ചു കയറ്റും. അപ്പോൾ ഈ ദഹന വ്യവസ്ഥ സൂപ്പറാവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആരോഗ്യത്തിന് ഫുഡ് കുറേ കഴിക്കണം എന്നല്ല പറഞ്ഞത്, 1/3 ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത്. ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം ശ്വാസോച്ഛ്വാസത്തിനുള്ള. അപ്പോൾ 3 അറകളാണ്. നോർമലി നമ്മളൊക്കെ നിങ്ങളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ 3 അറയും എന്താണ് ഫുഡാണ്. അതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹ് ഒരു മാസം അടങ്ങിയിരിക്ക്, നിൻ്റെ വയറ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. വയറ് ക്ലീൻ ചെയ്യാനല്ല നോമ്പ്, പക്ഷെ അതിൽ കൂടി അതിൻ്റെ ഒരു ബൈ റിസൾട്ട് അതുണ്ട്. അതാണല്ലോ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഒരാഴ്ചയിൽ നോമ്പ് നോൽക്കാൻ പറഞ്ഞ സുന്നത്ത് നോൽമ്പ്. അതുപോലെ അയ്യാമുൽ ബീളിലുള്ള ആ 13, 14, 15 ഒരു മാസത്തിലെ അറബി മാസത്തിലെ നോമ്പ്. ഇതൊക്കെ നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ ഫുഡിൻ്റെ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ പല രോഗങ്ങളും, ഇന്നത്തെ ആധുനിക പഠനം പറയുന്നത് പല രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നാണ്. വയറ് സംബന്ധമായ പ്രശ്നങ്ങളാണ് അധികം ആളുകൾക്കുള്ളത്. ഈ വയറിനെ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് പല രോഗങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ അവിടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ അന്ന് പോരുന്ന സമയത്ത് ഒരു റെയിൽവേ ക്രോസിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ റെയിൽവേ ക്രോസ് കൂടി പോകുമ്പോൾ ഒന്ന് സ്നേഹക്കൂട് എപ്പിസോഡ് ചെയ്യുന്ന അതിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഉദാഹരണം, റമദാനിൽ നോമ്പ് നോറ്റിട്ട് നോമ്പ് തുറക്കണ നേരത്ത് റെയിൽവേ ക്രോസിൽ അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടിൻ്റെ ഒരു തിരക്ക്. ഇതുപോലെയാണ് നമ്മളെ മുസ്ലിങ്ങളായ ആളുകൾ ഭക്ഷണം കഴിക്കൽ. നോമ്പ് തുറന്നാൽ പിന്നെ എന്തൊക്കെ വാരി കയറ്റുക എന്നുള്ളത് നമ്മൾക്ക് ആർക്കും നിശ്ചയമല്ല. അതുകൊണ്ടൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ അവിടെ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് ആ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കണം. നോമ്പ് നോറ്റതിന് ശേഷവും തുറന്നതിന് ശേഷവും അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് കൊണ്ടുള്ള ആ ഒരു ആത്മീയ ചൈതന്യം, പ്രത്യേകിച്ച് ആരാധനകളിൽ വ്യാപൃതനാവാൻ, തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ ഹെവി ഫുഡ് കഴിച്ചാൽ തറാവീഹ് അവിടെ നടക്കും, ഉറക്കം നടക്കുക അല്ലേ. രാത്രി നമുക്ക് നിസ്കരിക്കുന്നതോടൊപ്പം ഖുർആൻ പാരായണം. അപ്പോൾ ഖുർആൻ പാരായണം നിർവഹിക്കുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ട് ഖുർആൻ പാരായണം നിർവഹിക്കാൻ പറഞ്ഞില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന തന്നെ നല്ല ഊർജ്ജസ്വലത ഉള്ള സമയത്ത് ഖുർആൻ ഓതാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രോഗികളായിട്ടാണ് പലപ്പോഴും ആരോഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ടല്ലേ, ഏത്തനിം ഹംസൻ ഖബല ഹംസിൻ, രോഗം വരുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യാവസ്ഥയെ നീ ശ്രദ്ധിക്കണമെന്നാണ്. പക്ഷെ ഇതൊക്കെ പറയാൻ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും, ഭക്ഷണം എന്നത് നമുക്കെല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണ്. അത് കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധ്യമല്ല. ഇന്ന് ഭക്ഷണം കഴിക്കേണ്ട, അല്ലെങ്കിൽ ഇന്നൊന്ന് ലിമിറ്റ് ചെയ്യണമെന്ന ദിവസം നമ്മൾ തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരെ കൊണ്ടോ കുടുംബത്തിലെത്തുമ്പോഴോ ഒക്കെ പലപ്പോഴും ആ ഭക്ഷണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് കൺട്രോളിങ്, പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ നോമ്പിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നോമ്പിൻ്റെ ഒരു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത് ഇന്ന് സെൽഫ് കൺട്രോളാണ്.
എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ റമദാൻ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതാണ് ഈ ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അഥവാ അത് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നാണ്. സെൽഫ് കൺട്രോൾ പോലെ തന്നെ സർ സെൽഫ് അവെയർനെസ്. അത് നമ്മൾ ആ നോമ്പ് നോൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ് പട്ടിണി എന്താന്ന്. നോർമലി ഇപ്പോൾ കുട്ടികളോട് നമുക്ക് പട്ടിണി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടി വരും, സ്വയം അനുഭവിക്കില്ലല്ലോ. കാരണം എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫുഡിൻ്റെ ധാരാളിത്ത അബ്യുണ്ടൻസ് ഉള്ളത്. പണ്ട് കാലത്ത് പട്ടിണി എന്നൊക്കെ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളോട് പട്ടിണി എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. എന്നാൽ ഒരു മാസക്കാലം പകൽ സമയം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന തിരിച്ചറിവ്, പാവപ്പെട്ടവരുണ്ട്, അവർക്ക് പട്ടിണിയുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ വിശക്കുന്നുണ്ട്. ആ വിശപ്പിൻ്റെ ആ മൂല്യം, വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ സെൽഫ് അവെയർനെസ്, സ്വന്തത്തെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ രോഗിയെ സന്ദർശിച്ചപ്പോൾ എനിക്കുണ്ടായ സെൽഫ് അവെയർനെസ് എന്താണ്? അള്ളാഹു എനിക്ക് ചെയ്ത നിഅമത്ത്, ഇൻ തഅുദു നിഅമത്ത് അല്ലാഹി ലാ തുഹ്സുഹ. രാത്രി ഞാൻ മാസ്ക് ധരിച്ചിട്ടല്ലല്ലോ, ഒരു മാസം എനിക്ക് 4000 രൂപ മാസ്കിൻ്റെ വാടകയ്ക്ക് ഞാൻ കൊടുക്കുന്നില്ലല്ലോ, അൽഹംദുലില്ലാ അല്ലേ. അപ്പോൾ ഈ ഒരു നിഅമത്തിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നോമ്പ് നമ്മളെ പ്രാപ്താക്കുന്നുണ്ട്. അതുമാത്രമല്ല, പലരും പറയുന്ന വലിയൊരു വിഷയമാണ്, എനിക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലേ. കോപം നിയന്ത്രിക്കാൻ പറ്റണമല്ലോ. നോമ്പിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് നാവിനെ കൺട്രോൾ ചെയ്യാത്തവന് നോമ്പില്ലല്ലോ അല്ലേ. നാവിങ്ങനെ നാവിട്ടടിക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു കൺട്രോളും ഇല്ലാതെ നാവിനെ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അവിടെയുള്ള ഖുർആൻ്റെ അധ്യാപനം എന്താ? അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദാണ്. പിന്നെ പറഞ്ഞാൽ എന്താ? യുസ്ലിഹ് ലക്കും അഅമാലുക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അപ്പോൾ നാവ് നന്നാക്കാതെ കർമ്മം നന്നാവില്ല. അപ്പോൾ ഇന്ന് കർമ്മങ്ങൾ മോശമാവാനുള്ള ബേസിക് റീസൺ നാവാണ്. നാവ് കൊയ്തെടുത്ത വിനകൾ കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പലതും അനുഭവിക്കുന്നത്. അത് ഞാൻ എൻ്റെ ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ് ചിലർ ന്യായീകരണം പറയും, ഐ കാൺ കൺട്രോൾ മൈസെൽഫ്. അത് ഒരു വലിയ ഈഗോ സെൻട്രിക് ആയിട്ടാണ് സംസാരിക്കുക. എനിക്ക് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ആ അഹം എന്ന ഭാവത്തെ സറണ്ടർ ചെയ്യാണ് അല്ലേ. അള്ള പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലതേ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ നോമ്പിൻ്റെ പകൽ സമയം സംസാരം നന്നാക്കുക എന്നുള്ളത്, അല്ലാത്ത സമയത്തും നോമ്പിൽ പ്രത്യേകിച്ച് ആ നോമ്പ് ബാത്തിലായി പോകുന്ന വലിയൊരു സംഗതിയാണ് കമ്മിൻ സ്വാഇമിൻ അല്ലേ. റസൂൽ പറയില്ലേ, എത്ര നോമ്പുകാരാണുള്ളത്, അവരവരുടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട്, അവരുടെ പാനീയം ഉപേക്ഷിക്കുന്നുണ്ട്, അവരുടെ ഉറക്കം പോലും ഉപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. കാരണം അവരുടെ നാവ് കൊണ്ട് അവരതിനെ ബാത്തിലാക്കുന്നുണ്ട്. അപ്പം നല്ലത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്ങാണ് യഥാർത്ഥത്തിൽ അല്ലേ. സ്മോക്ക് ചെയ്യുന്ന ആളുകൾ സ്മോക്കിങ്, യഥാർത്ഥത്തിൽ സ്മോക്കിംഗ് അല്ലാത്ത സമയത്തും ഹറാമാണ്. അത് ആളുകൾ നോമ്പിൻ്റെ പകൽ മാത്രം അവിടെ ഒഴിവാക്കിയിട്ട് നോമ്പ് തുറക്കണത് തന്നെ സ്മോക്കിംഗ് കൊണ്ടാവുന്ന, അതായത് ഒരു തലയും വാലും ഇല്ല എന്ന് പറയില്ല നമ്മൾ. ആളുകൾ ചിന്തിക്കുന്നില്ല. അള്ളാഹു ഒരു ഇബാദത്ത് നമുക്ക് നിർബന്ധമാക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ആത്മചൈതന്യമല്ലേ അല്ലേ. ഒരു മാസക്കാലം ഇപ്പോൾ ചിലവർ പറയും 11 മാസം കുപ്പി 1 മാസം തൊപ്പിന്ന് അല്ലേ. അതൊക്കെ ഒരു തരം അങ്ങനെയല്ലല്ലോ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. 11 മാസം പിന്നെ കുപ്പി 1 മാസം തൊപ്പിയല്ല. തൊപ്പി എന്നുള്ളത് നിർബന്ധമുള്ള സംഗതിയല്ല. എന്നാൽ പോലും ഇസ്ലാം വലാ തമൂത്തുന്ന ഇല്ലാ അന്തു മുസ്ലിമു എന്ന് പറയുമ്പോൾ ഏത് സമയവും മരണം വരാലോ. അത് നോമ്പുള്ള സമയത്തും ഇല്ലാത്ത സമയത്തൊക്കെ മരിക്കുക. അപ്പോൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുതെന്ന് പറയുമ്പോൾ 24 hours നമ്മളെന്താവണം, ഒരു മുസ്ലിമായി ജീവിക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ഈ 11 മാസം ഒരു നല്ല മുസ്ലിം എങ്ങനെ ആവണം എന്നുള്ളതിനുള്ള ഒരു റോൾ മോഡൽ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ് 1 മാസം. ഇപ്പോൾ സാധാരണ നമ്മൾ അധ്യാപകർക്കൊക്കെ ട്രെയിനിങ്, ഓറിയൻറ്റേഷൻ, റിഫ്രഷർ കോഴ്സൊക്കെ ഉണ്ടാവില്ലേ ഇല്ലേ സർ? ഡോക്ടേഴ്സിന് ഉണ്ടാവാറുണ്ട്, നല്ല പ്രൊഫഷണൽ ബിസിനസ്സുകാരികൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഒരു ട്രെയിനിങ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓറിയൻറ്റേഷനാണ് 1 മാസം. ഇനി നമ്മളെല്ലാ പണിയും മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഇപ്പം നല്ല കച്ചവടക്കാരുണ്ട്, ഞാൻ പരിചയപ്പെട്ട ഒരു തെരുവ് കച്ചവടക്കാരൻ, അയാൾ ഉംറക്ക് പോലും പോകണം. അപ്പം അയാൾ 11 മാസമേ കച്ചവടം ചെയ്യുള്ളൂ.
ഈ 11 മാസം കച്ചവടം ചെയ്യുമ്പോൾ അയാളുടെ നിയ്യത്ത് എന്താണ്? ഈ ഒരു മാസം ഇബാദത്തിൽ പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് ഉംറയ്ക്ക് പോകാനുള്ള വരുമാനമൊക്കെ ആ 11 മാസം അയാൾ ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കാനും അണിഞ്ഞൊരുങ്ങാനും ഒക്കെ നല്ല ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സ്ത്രീകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്തിലാ? നോമ്പിൻ്റെ ഒരുക്കത്തിലാണ്. ആദ്യം ഒരുങ്ങേണ്ട മാനസികമായിട്ടാണ് അല്ലേ? നമ്മൾ ഒരു മാസം അള്ളാഹു നമുക്ക് ഇൻഷാ അള്ളാഹ് തരാൻ പോവാണ്. ആ ഒരു മാസത്തിലെ ഓരോ സെക്കൻഡും വാല്യുബിളാണ് അല്ലേ? നോമ്പിന് പ്രതിഫലം ഞാനാണ് എന്ന് പറയുമ്പോൾ അത് 27 ഇരട്ടിയൊന്നുമല്ല, അതിലുപരി പ്രതിഫലം അള്ളാഹു തരാൻ പോകുന്ന വലിയ ഓഫറുള്ള പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു മാസം, ലൈലത്തുൽ ഖദറുള്ള ഒരു മാസം. അത് അള്ളാഹു യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദറൊക്കെ എന്തിനായിരിക്കും തന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ യഖീനുള്ളവരാണോ? ആ ഒരു രാത്രി മാത്രമല്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ആ രാത്രി ഏത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി അറിയാതെ പോയി. അതിലും ഒരു മനഃശാസ്ത്രമല്ലേ? കാരണം അവസാനത്തെ 10 മുഴുവൻ ആരാധനകളിൽ എഴുത്തിക്കാഫിൽ മുഴുകാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് തന്ന അവസരമാണത്. എന്ത് പഠിച്ചവനക്ക് ആ ഒറ്റരാവ് ഇങ്ങോട്ട് പറഞ്ഞു തന്നൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ്, കാരുണ്യമാണ്. അള്ളാഹു ഒരിക്കലും ക്രൂരനല്ല, അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. ആ കരുണാനിധിയാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. ആ നോമ്പിൽ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റണം. അതല്ല സക്കാത്ത്, സ്വതക്ക, ചാരിറ്റി വർക്കുകൾ. ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി ഇത്രയധികം ചാരിറ്റി വർക്ക് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു മാസമുണ്ടോ? സഹോദര സമുദായത്തിൽപ്പെട്ട എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു സംഗതി. ഒരിക്കലും ഞാൻ ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹിന്ദു സഹോദരൻ എൻ്റെ കൂടെ കണ്ടക്ടറായിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, നിങ്ങളെ കമ്മ്യൂണിറ്റി ഒരു സംഭവമാണ്. കാരണം ഞങ്ങളുടെ ഇടയിലൊക്കെ ഈ കുനിഷ്ടും പോരും ഒക്കെ കൂടുതലാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം 35 വയസ്സായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ എന്താ പ്രശ്നം? ജാതക പ്രശ്നമാണ്. ആ സഹോദരനോട് പറയാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പെണ്ണ് കിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രസ്ട്രേഷൻ നീക്കാൻ വേണ്ടിയിട്ട് ഓവർ ടൈം വർക്ക് ചെയ്യാണ്. അദ്ദേഹം പറയാണ്, സാധു, ഇസ്ലാം എത്ര ലളിതാണ്. ഒരാൾക്ക് പോലും അയാളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന, ലൈംഗികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വിവാഹം എന്നുള്ളത് തടയപ്പെടുന്നില്ലല്ലോ. ജാതക പ്രശ്നം നമുക്കില്ലല്ലോ. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ മഹത്വം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. നമ്മളുടെ മഹാത്മ്യം നമ്മൾ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല. ഇസ്ലാമിലെല്ലാം ലളിതാണ്. കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ മഹർ കൊടുക്കാനുള്ളത് ഉണ്ടായാൽ മതി, ചിലവ് കൊടുക്കാൻ. ഇനി പ്രയാസമുള്ള ഒരാളാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അള്ളാഹ് അവന് തൗഫീഖ് കൊടുക്കും. തവക്കുൽ ചെയ്യുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു ഹദീസിൽ കാണാം, ഒട്ടിയ വയറുമായിട്ടാണ് ആ പറവ കൂട്ടുനിന്ന് പുറത്തു പോകുന്നത്. ആ പറവക്ക് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വയറ് നിറക്കാൻ അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ? അപ്പോൾ നമ്മളുടെ വലിയ മിസ്സിങ് അള്ളാഹുവിൽ യഖീനില്ല എന്നുള്ളത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ യഖീന് ഉറപ്പുവരുത്താനുള്ള ഒരു ട്രെയിനിങ് ആണ് അല്ലേ? ആ നിസ്കാരമൊക്കെ കണ്ടില്ലേ, തറാവീഹ്, അതുപോലെ തന്നെ നോമ്പ്, അതുപോലെ പ്രാർത്ഥനകൾ, ഇതൊക്കെ സെൽഫ് അവെയർനെസ് അല്ലേ? സ്വയം ഒരു ബോധം ഉണ്ടാക്കാനുള്ള മാസമാണിത്. ഞാനിതിങ്ങനെ കേട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പറയുമ്പോൾ. ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ്, മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ പോലും ഇസ്ലാമിൻ്റെ കൺസെപ്റ്റുകൾ മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നോമ്പ് ഉണ്ടാക്കി ഞാൻ എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ച് അല്ലേ, അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു അതിൽ തന്നിട്ടുണ്ട് നമുക്ക്. ആരാധനാ കർമ്മങ്ങളിലൊക്കെ കൂടുതൽ കണിശത പാലിച്ച്, അതുപോലെ ദാനധർമ്മങ്ങൾക്ക് ബാക്കിയുള്ള മാസങ്ങളെക്കാൾ പ്രധാനം, ഖുർആൻ പാരായണത്തിന്, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നമുക്ക് ഈ പരിശുദ്ധ റമളാൻ നമ്മുടേതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഓരോ പുണ്യങ്ങളും കൊഴിഞ്ഞു പോകാതെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആ ഒരു ബോധം, ആ ഒരു സ്വന്തത്തോടുള്ളൊരു ബോധം, സെൽഫ് അവെയർനെസ് നമുക്കുണ്ടാവണം.
ആ ഒരു ബോധത്തോടു കൂടി ആവട്ടെ നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളും എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ സർ അവിടെ ഈ ശുക്ർ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അള്ളാഹ് ഒരു കാര്യം അവിടെ കൽപ്പിച്ചാൽ അതി ഉള്ളാഹ വ അതി ഉർ റസൂൽ, അല്ലേ? അള്ളാഹ് പറഞ്ഞാൽ പിന്നെ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം നമുക്കില്ലല്ലോ, അല്ലേ? അള്ളാഹ് ആരാണ്? നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് പരിപാലിക്കുന്നു. ഇപ്പം നേരത്തെ ഞാൻ മാസ്കിൻ്റെ പറയുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസം അങ്ങ് ബ്ലോക്കായി കഴിഞ്ഞാൽ മരണം സംഭവിച്ചില്ലേ, അല്ലേ? നമ്മളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് എന്ന് തുടങ്ങിയിട്ടുണ്ട്, അത് അനുസ്യൂതം തുടരുകയാണ്, അല്ലേ? ഒരു പൈസ പോലും ഇപ്പോൾ ആ സഹോദരൻ പറയാണ് 3-4 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് വ്യത്യസ്ത ഹോസ്പിറ്റലുകളിൽ ടെസ്റ്റിങ്ങിന് പോയി അദ്ദേഹത്തിന് ചിലവഴിക്കേണ്ടി വന്നു. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ ദഹനം, എന്തെല്ലാം സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, നമ്മളാരും അറിയാതെ, നമ്മുടെ ഒരു വലിയ ഫാക്ടറിയാണല്ലോ നമ്മുടെ ശരീരം, അല്ലേ? ഒരു മില്ലിൽ അരി പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയാം അവിടെ മില്ല് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ? ഷമീം സാറിൻ്റെയും സഹദ് സാറുടെയൊക്കെ വയറ് ഒരു ഫാക്ടറി അല്ലേ? അവിടെ എന്തൊക്കെ വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് ഞാൻ പോലും അറിയില്ല. അവിടെ എന്താ നടക്കുന്നത് നിങ്ങളും അറിയില്ല. സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണ് അവിടെ നടക്കുന്ന വിപ്ലവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര മനോഹരമായിട്ട് അഹ്സന് തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിപ്പ് തന്നു. ഒരാളും പറയില്ല ഈ കണ്ണ് വേറെ എവിടെ വെക്കണ്ടായിരുന്നു എന്ന്, അല്ലേ? കണ്ണിൻ്റെ പുരികം പോലും, ആ പുരികത്തിലൊക്കെ ഉള്ള ശാസ്ത്രീയത എത്ര വലുതാ, അല്ലേ? ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി ആ പുരികത്തിലുള്ളത്, അത് എത്ര മനോഹരമായിട്ട്. ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ വിരൽ തുമ്പുകളും, വിശുദ്ധ ഖുർആൻ പറയില്ല നിങ്ങളുടെ വിരൽ തുമ്പുകൾ സംവിധാനിച്ചത് ഞാനാണ്. ഇന്ന് ഈ ക്രിമിനൽസിൻ്റെ ക്രിമിനൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിരലടയാളാണ്. അപ്പോൾ ഇതൊക്കെ സംവിധാനിച്ച, അതിസൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുന്ന, അങ്ങേയറ്റം നമ്മോട് കാരുണ്യം കാണിക്കുന്ന അള്ളാഹു പറയാണ് ല ഇൻ ഷക്കർത്തും ല അസീദന്നകും. ആ ശുക്രാണ് യഥാർത്ഥത്തിൽ നോമ്പ്. ആ പട്ടിണി അടക്കല്ലത്. ഇഷ്ടത്തോടു കൂടി എൻ്റെ അള്ളാഹ് എന്നോട് പറഞ്ഞു ഞാനത് ചെയ്യുന്നു. അപ്പോൾ ശരീരത്തിൽ ഒരുപാട് ഖൈറുകൾ, നന്മകൾ അവിടെ വരുന്നുണ്ട്. അന്ന് ശാസ്ത്രീയമായിട്ട് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ ആ ക്ലാസ്സൊക്കെ നിങ്ങൾ കേട്ടാൽ നോമ്പ് ഒരാളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന മിറാക്കുലസ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം ഒരു അമുസ്ലിമാണ്, എന്നിട്ട് പോലും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ശരീരം പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിക്കായ എലമെൻറ്റ്സ് കുമിഞ്ഞുകൂടുന്നുണ്ട്, ഫാറ്റ് കുമിഞ്ഞുകൂടുന്നുണ്ട്. നോമ്പ് പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി ആ ഫാറ്റൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ? ആരാധനകളിൽ നമുക്ക് ആർജവം കിട്ടാനും ഊർജം കിട്ടാനും പറ്റുന്ന ഒരുപാട് കെമിക്കൽ ചേഞ്ചസ്, അതിനെ കെമിക്കൽ ഇതിലേക്ക് പോകുന്നില്ല, എന്നാൽ പോലും കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ രാസപരമായ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് നോമ്പ് അവസാനത്തെ 10 യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അള്ളാഹിനോടുള്ള നമ്മുടെ സാമീപ്യം അത്രയധികം കൂടുകയാണ് ചെയ്യുന്നത്. കൂടേണ്ടതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ വസ്ത്രം എടുക്കാനൊക്കെ പോകുന്ന ആളുകൾ ഒക്കെ നേരത്തെ എടുത്തു വെക്കുക. റമദാൻ്റെ തലേ ആഴ്ചകളിൽ തന്നെ അത് ചെയ്തു വെച്ചാൽ അവസാനത്തെ 10 വസ്ത്രം എടുക്കാൻ പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ടെക്സ്റ്റൈൽസുകളൊക്കെ നിറഞ്ഞ് കവിയാണ്, അല്ലേ? നമ്മൾ മാർക്കറ്റിൽ ഇങ്ങോട്ട് ചെന്നിട്ട് അവിടെയൊക്കെ ആ ഒരു ചൈതന്യം, ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വസ്ത്രമൊക്കെ നേരത്തെ എടുത്തു വെക്കുക, ഒരുക്കങ്ങൾ നടത്തുക. നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സമയം കൂടുതൽ ചിലവഴിക്കുക, അല്ല? ആ പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വീടാണല്ലോ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങാടികളിൽ നിന്ന് മോചനം കിട്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ദിക്റും തസ്ബീഹും തഹ്ലീലും തഹ്മീദും ഒക്കെ ആയിട്ട് സമയത്തെ നമ്മൾ ചിലവഴിക്കുക. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം, നമുക്കിപ്പം തീരെ നേരം കിട്ടില്ല. പല വീടുകളിലും ഖുർആൻ പാരായണമല്ലല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ല. ലാ തജഅലു ബുയൂതകും മഖാബിർ എന്ന് പറഞ്ഞ ആ ഹദീസിലെ നിങ്ങൾ നിങ്ങളുടെ വീട് ശ്മശാനമാക്കരുത്. അപ്പോൾ അതൊരു കൽപ്പനയാണ്. അപ്പോൾ വീട് ശ്മശാനമാവാനുള്ള ബേസിക് റീസൺ എന്താ? സൂറത്തുൽ ബഖറ ഓതാത്തതാണ്. അപ്പോൾ സൂറത്തുൽ ബഖറ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ പാരായണം ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് സ്വാസ്ഥ്യവും സമാധാനവും സന്തോഷമൊക്കെ കൊണ്ടുവരും. അപ്പോൾ റമദാൻ എന്നുള്ളത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ്,
അല്ലേ? അള്ളാഹ് പ്രത്യേകമായി ആദരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ആരാ? ഖുർആാനിൻ്റെ അഹ്ലുൽ ഖുർആനാണ്. അപ്പോൾ ആ ഖുർആനുമായിട്ടുള്ള നമ്മുടെ സാമീപ്യം, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഖുർആൻ, അത് വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ആത്മചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം നന്നാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആരാധനാ കാര്യങ്ങളിൽ ഒരു കണിശതയും കൃത്യതയും ഒക്കെ നമുക്ക് പാലിക്കാൻ അതിനുള്ളൊരു ട്രെയിനിങ് ആണ് ഈ ഒരു മാസത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. വരും മാസങ്ങളിലേക്കുള്ള ഊർജം സംഭരിക്കേണ്ട മാസമാണിത്. ഓരോ പ്രവർത്തനത്തിലും അതിൻ്റേതായ ഊർജങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കാൻ എല്ലാ മേഖലയിലും നോമ്പിൻ്റെ പല ശാസ്ത്രീയതയും അതല്ലെങ്കിൽ അത് ഭൗതികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നേരത്തെ സാറ് പറഞ്ഞു. അത് മനസ്സിലാക്കിയ പല അമുസ്ലിം സുഹൃത്തുക്കളും നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്. ഈ നോമ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളുണ്ട്. നമ്മളതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എന്നാൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ ഭൗതികമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ ആത്മീയമായ വിശുദ്ധി വരുത്തുന്നതോടൊപ്പം തന്നെ മാനസികമായ വിശുദ്ധി ലഭിക്കുന്നതാണ് ഈ പരിശുദ്ധ റമദാൻ നോമ്പിൽ നമ്മുടെ ഖുർആൻ പാഠങ്ങൾ, ഖുർആൻ പഠനങ്ങൾ, ഇതൊക്കെ നന്നാക്കിയെടുക്കണമെന്നതാണ് പറയുന്നത്. അവിടെ സർ ഈ നമ്മൾ ചിന്തിക്കണം, ഫോക്കസിങ്, കോൺസെൻട്രേഷൻ, ഈ രണ്ട് സംഗതി. ഇന്നത്തെ പല ആളുകൾക്കും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. വേണ്ടാത്ത ചിന്തകൾ, ഡൈഗ്രഷൻസ്. ശരിക്കും നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് കോൺസെൻട്രേഷൻ പവർ കൂടും. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. കോൺസെൻട്രേഷൻ, അല്ലേ, ഫോക്കസിങ്. ഈ ബദർ യുദ്ധം ഈ റമദാനിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ, അല്ലേ? നോമ്പ് നോറ്റിട്ടാണല്ലോ ആ യുദ്ധത്തിന് പോകാൻ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് ക്രൂരനല്ലല്ലോ. അതിൻ്റെ പ്രതിഫലത്തിൻ്റെ വ്യാപ്തി ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പോൾ ഷഹീദാവുന്ന ഒരാൾ നോമ്പിലാണ് ഷഹീദാവുന്നത്, അല്ലേ? പട്ടിണി കിടന്നുകൊണ്ടാണ് അയാൾ യുദ്ധത്തിന് പോകുന്നത്. ഇതൊക്കെ അള്ളാഹ് കൽപ്പിക്കുന്നത് പുണ്യങ്ങൾ വാരി കൂട്ടാനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയണത്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് ബിൽഡിങ്. ആളുകൾ പലരുടെയും മനസ്സിൽ പക, വിദ്വേഷം, കുശുമ്പ്, ഈർഷ്യം, മോശപ്പെട്ട ഒരുപാട് വികാരങ്ങളുണ്ട്. ഒരാൾ നന്നാകുന്ന വേറൊരാൾക്ക് കണ്ടുകൂടാ. ഒരാൾ വീട് വെക്കുന്നത്, കാറ് വാങ്ങുന്നത്, നല്ല ജോലി കിട്ടുന്നത്, മൂപ്പര് ഗൾഫിൽ പോയിട്ട് സമ്പാദിച്ച്, ഇതിലൊക്കെ അസൂയ ഉണ്ടാകുന്ന ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ രോഗം, അല്ലേ? നമ്മൾക്ക് അസൂയല്ലല്ലോ വേണ്ടത്. ഇപ്പം നമ്മൾക്കുള്ള ഭക്ഷണം നമ്മളെ അയൽവാസിക്ക്, അല്ലെ, കിറ്റൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. കിറ്റ് വാങ്ങുമ്പോൾ നമ്മളെന്താണ്, ഞാൻ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെ എൻ്റെ അയൽവാസിയും നോമ്പ് നോൽക്കണം, അവരും ഭക്ഷണം കഴിക്കണം. നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രതിഫലം നിറഞ്ഞൊരു കർമ്മം, അല്ലേ? അപ്പം എന്താണ്, ആ അയൽപ്പക്ക ബന്ധം, കുടുംബ ബന്ധം, അതൊക്കെ വർദ്ധിക്കാനുള്ള ഒരു മാസം കൂടിയാണ്, അല്ലേ? സുഭിക്ഷതയുടെ മാസം. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിക്കുക. ഹറമിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, നമ്മൾ പലപ്പോഴും പോയപ്പോൾ കിട്ടിയത്, അവസാനത്തെ 10 ആ എഴുത്തികാഫിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഹറമിൽ കൂടിയിട്ടുണ്ട്, അല്ലേ? ആ നോമ്പ് തുറക്കുമ്പോൾ നമ്മൾക്ക് ഭക്ഷണം അവിടുന്ന് കിട്ടുകയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, പഠിച്ചാൽ എനിക്ക് ഫുഡ് കിട്ടുമോ കിട്ടൂലേ? പക്ഷെ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അത്രമാത്രം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കാനായിട്ട് ആളുകൾ വരികയാണ്. അവിടെ അറബി സുഹൃത്തുക്കളൊക്കെ വലിയ ധനികർ ഒരു സാധാരണക്കാരൻ്റെ പോലെ വരികയാണ്. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റ് വന്നിട്ട് ആളുകൾക്ക് അങ്ങനെ സുലഭമായി കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പോൾ മറ്റുള്ള അവർ വാങ്ങുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന ആ സന്തോഷം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അലിയദുൽ ഉലിയ, അല്ലേ? അതായത് താഴ്ന്ന കൊടുക്കുന്ന കൈയാണ് പിന്നെ വാങ്ങുന്ന കൈയേക്കാൾ എപ്പോഴും സുപ്രീം. കൊടുക്കുമ്പോൾ കൊടുക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. കൊടുക്കുന്നവരോ നിങ്ങൾ നോക്കുന്നുണ്ടോ, നിങ്ങൾ അവരൊരിക്കലും കംപ്ലൈൻറ്റ് പറയില്ല. കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൊടുക്കുന്ന ആൾക്ക് വീണ്ടും 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 കൊടുക്കാൻ വേണ്ടി. പിശുക്ക് വെക്കുന്നതിന് അവൻ്റെ സമ്പത്ത് കുറക്കാൻ വേണ്ടി ദുആ ചെയ്യാനും ഇത് നമ്മൾ ഉൾക്കൊള്ളണം. റമദാനിൽ നമ്മൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്
ഒരു കൊടുങ്കാറ്റിനെ പോലെ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ ധർമ്മം ചെയ്തിരുന്നു അല്ലേ? ആരാധനകളിൽ പിന്നെ അരമുറുക്കി ഒരുങ്ങുന്നത് പോലെ തന്നെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം ഔദാര്യവാനായിരുന്നു. അപ്പോൾ ആ റസൂലിൻ്റെ സുന്നത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. സക്കാത്ത് ഈ മാസം കൊടുക്കുന്നവരുണ്ട്. കൊടുക്കുന്നവർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിൻ്റെ 2.5% അല്ലെങ്കിൽ 5% ആ നിസാബ് നോക്കിയിട്ട് കൊടുക്കണം. അത് ചില ആളുകൾ അതിൽ വീഴ്ച വരുത്തുന്നു. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യത പുലർത്തുന്ന ചില സഹോദരങ്ങൾ സക്കാത്തിൻ്റെ കാര്യത്തിൽ, അത് ശരിക്കും പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വെൽത്ത് ആണല്ലോ. നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനാണ് സക്കാത്ത്. അത് നമ്മുടേതല്ലല്ലോ, അത് ആ അവകാശികളുടേതാണല്ലോ. 8 അവകാശികൾ അവിടെ പറയുന്നുണ്ട്. 8 അവകാശികൾക്ക് പെട്ട സമ്പത്താണ് സക്കാത്ത്. അത് അവർക്ക് കൊടുത്ത് തീർക്കേണ്ടതാണ്. അതായത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട, ഒരുപാട് കർമ്മങ്ങൾ ഒന്നിക്കുന്ന ഒരു മാസമാണ് റമദാൻ. സക്കാത്ത് വരുന്നുണ്ട്, സ്വതക്ക വരുന്നുണ്ട്, സംഘടിത നമസ്കാരം വരുന്നുണ്ട് അല്ലേ, തറാവീഹ് വരുന്നുണ്ട്, അതുപോലെ കുടുംബ ബന്ധം ചേർക്കൽ വരുന്നുണ്ട്, ആളുകളെ സഹായിക്കൽ വരുന്നുണ്ട്, നല്ല ഒരുപാട് കൂടിയാലോചനകൾ. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ജാമിഅൽ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അതിൻ്റെ നടത്തിപ്പ്, അതിനുള്ള ഫണ്ട് ശേഖരിക്കപ്പെടുന്നത് റമദാനിലാണ്. ആളുകൾ കൊടുക്കുകയാണല്ലോ. എന്തിനു വേണ്ടിയിട്ട്? മൻദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്റു ഫാഇലി, ആ ഹദീസ് അല്ലേ? മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇങ്ങനെയുള്ള അറിവന്വേഷിച്ചുകൊണ്ട് ഒരാളൊരു വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു അയാൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നുള്ള ഹദീസ് കേട്ടിട്ട് ആളുകൾ കൊടുക്കുകയാണല്ലോ അത്. അപ്പോൾ ഈ കൊടുക്കാനുള്ള ആ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ റമദാൻ. അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങളാണ് സർ നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനിനെ അതിൻ്റെ ഓരോ മേഖലയിലും ഇടപെട്ട് ആ പുണ്യങ്ങൾ വാരാനാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. ഇപ്പോൾ ഹറമിലെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമുക്കെന്താ പറയുക, ഭയങ്കര ഇവരാരും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഞാനെങ്ങനെ ഇപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുക? പക്ഷെ അവരങ്ങനെയാണ്, എനിക്കെന്താണോ കഴിയുക അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൃദയ വിശാലത അവിടെ ഉണ്ട്. അള്ളാഹു കൂടുതൽ നൽകുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക ഒരു സമയത്ത്. അപ്പോൾ പരിശുദ്ധ റമദാൻ ഇങ്ങനെ കൊടുക്കാനും തൻ്റെ കൂട്ടുകാരൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കേണ്ടവരെ സഹായിക്കാനും ഭക്ഷണത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച് ചിന്തിക്കാനും അതുപോലെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നവൻ്റെ ആ സംതൃപ്തി കാണാനും ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹു നമുക്ക് എന്തുണ്ട് സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ സൃഷ്ടിപരത, അതുപോലെ തന്നെ നമ്മുടെ സെൻസ് ഓഫ് പർപ്പസ്. അതായത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണല്ലോ. നമ്മൾ എന്ത് പ്രവർത്തി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയ്യത്താണ്. ആ നിയ്യത്തിൽ റിയാ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂല് അതിനെ സംബന്ധിച്ച് പരാമർശിച്ചത് ഷിർക്കുൽ അസ്ഗർ എന്നാണ്, ചെറിയ ഷിർക്ക്. ഈ കർമ്മം നിർവഹിക്കുമ്പോൾ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ അല്ലേ, ഒരാളെ പ്രതിഫലമോ ഒരാളുടെ നന്ദി വാക്കോ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ റിള, അള്ളാഹുവിൻ്റെ തൃപ്തി, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ നിയ്യത്തിൽ ആ പർപ്പസിൽ മാറ്റം വരരുത്. ചിലപ്പോൾ എങ്കിലും പിശാച് നമ്മൾ ഇടപെടും. പൈസ ഒക്കെ കൊടുക്കുമ്പോൾ 4 ആൾ കാണുമ്പോൾ കൂടുതൽ കൊടുക്കാനും അല്ലേ, പള്ളി പിരിവാണെങ്കിലും മറ്റ് പിരിവാണെങ്കിലും ഒക്കെ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി അത് വരാതിരിക്കാൻ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹ് കർമ്മം സ്വീകരിക്കാതെ പോകും. ഇഖ്ലാസ് എന്നുള്ളത് തഖ്വൻ്റെ അടിത്തറയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാവണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ. അവിടെ ഒരിക്കലും റിയാ ഉന്നാസ്, ലോകമാന്യം, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വരാൻ പാടില്ല. അൽഹംദുലില്ലാ, ഈ ഒരു എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ അള്ളാഹു ഈ റമദാനിൽ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഈ പരിശുദ്ധ റമദാൻ അതിൻ്റെ എല്ലാ ചൈതന്യത്തോടും കൂടി ഏറ്റെടുത്ത് കൂടുതൽ ആരാധനാകർമ്മങ്ങളിൽ നിരതമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം വാങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാനിൽ പ്രത്യേകം ആവശ്യപ്പെടാനുള്ളത് പീസ് റേഡിയോയും അതുപോലെ തന്നെ സ്നേഹക്കൂടൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാവണം, നിങ്ങളുടെ പിന്തുണയുണ്ടാവണം. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.